ഈ ചന്ദ്രികയെ നീ അത്ര ചെറുതായിട്ട് കാണല്ലേ കല്യാണിയമ്മേ. അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ഒത്തിരിയൊക്കെ കരുതിപ്പോയി. പക്ഷെ ഒന്നിനും കൊള്ളില്ലാന്ന് ഇപ്പോഴാ മനസ്സിലായേ. അല്ലെങ്കിൽ തന്നെ നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റൂന്നാ? ആ വൈദേഹി ആ വീട്ടിലുള്ളവര് തന്നെ, എന്തിന് സ്വന്തം ഭർത്താവ് തന്നെ പോലീസിൽ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ടോ? അതെങ്ങനെയാ? നീ കണ്ടോ? കാണാനുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ദേവേട്ടാ, അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ. ഏയ്, നീയോ? എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നേ? പോയേ ഇവിടുന്ന്. ചേച്ചി, ഒരു വട്ടം ചേച്ചി ഒന്ന് ദേവേട്ടനെ വിളിക്ക, ഒരു കാര്യം പറയാനാ. പറഞ്ഞ മനസ്സിലാവില്ല. പോയേ ഇവിടുന്ന്. ചേച്ചി, ഉർമിളേച്ചി, കാല് പിടിക്കാം. നീ ഇവിടുന്ന് ഇറങ്ങി. ഉർമിളേച്ചി, പോകാനാ പറഞ്ഞേ. അമ്മേ, അമ്മേ, അച്ഛ, ഒന്ന് ദേവേട്ടനെ വിളിക്കോ. വിനയ, വിനയ, പ്ലീസ് വിനയ. ദേവേട്ടാ, ദേവേട്ടാ, പ്ലീസ് ഒരു മിനിറ്റ്. ദേവേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഒരു വട്ടം ഞാൻ പറയുന്നതൊന്ന് കേക്ക്. പ്ലീസ് ദേവേട്ടാ, ദയവ് ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. പ്ലീസ് ദേവേട്ടാ. എന്താ നിനക്ക് പറയാനുള്ളത്? ദേവേട്ടാ, ചന്ദ്രിക മരിച്ചു എന്നല്ലേ വിചാരിച്ചിരിക്കുന്ന? ജീവനോടെയുണ്ട്. കുറച്ചു മുന്നേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ജീവനോടെ ഉണ്ടോ? അതെ ദേവേട്ടാ, അവര് ജീവനോടെ ഉണ്ട്. ശരി, വാന്ന് കാണിച്ച്. എന്താ നോക്കി നിന്ന് പോയത്? ചന്ദ്രിക ജീവനോടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എന്റെ കൂടെ വാ, എന്നിട്ട് എവിടെയാന്ന് കാണിക്കേ. കൊണ്ടുപോയി കാണിക്കാനായിട്ട് അവരിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ കണ്ടിരുന്നു. പിടിക്കാനായിട്ട് അവരുടെ പിറകെ ഓടുകയും ചെയ്തു. പക്ഷെ അവരെന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. സത്യം പറഞ്ഞ ദേവേട്ടൻ ഇതൊന്ന് നോക്കിയേ. നിർത്ത് നിന്റെ നാടകം. എവിടെയോ കൊണ്ട് കാല് മുറിച്ചോണ്ട് വന്നിട്ട് പുതിയ നാടകം കളിക്കുന്നോ? ഇത് കണ്ടിട്ട് വൈദേഹിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കരുതിയോ? അല്ല ചേച്ചി, സത്യം പറയുന്ന ദേവേട്ട, എനിക്ക് ദേവേട്ടന്റെ വൈദേഹിയാണെന്ന് പറയാൻ നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ദേവേട്ടന്റെ വൈദേഹിയാണെന്നുള്ള വിശ്വാസം എന്തുകൊണ്ട് ദേവേട്ടന് ഇല്ലാത്ത? ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ ഈ കൈകളിൽ കിടന്ന എന്റെ വൈദേഹി മരിച്ചത് അത് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞ, പക്ഷെ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ അവള് വരുമായിരുന്നു. ഒരേ രൂപമാണല്ലോ, എങ്ങനെങ്കിലും വിശ്വസിപ്പിക്കാന്ന് കരുതിയിട്ടുണ്ടാവും. നീ ഭാര്യയാവണോന്നുള്ള അത്യാഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ? ഫേക്ക് വൈദേഹിയുടെ ഫേക്ക് നാടകം ഇവിടെ വില പോവില്ല. കാരണം എന്താന്നോ? ദേവൻ നാളെ തന്നെ അമേരിക്കയ്ക്ക് വിമാനം കയറുക. അതുകൊണ്ടേ ഇനി നീ എന്ത് മലക്കം മറിഞ്ഞാലും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇറങ്ങി പോടി, പോ. ദേവേട്ട, ദയവ് ചെയ്ത് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ഞാൻ തന്നെ ദേവേട്ടന്റെ വൈദേഹി. എന്ത് ചെയ്താലും ദേവേട്ടൻ എന്നെ വിശ്വാസം വരാ. പറയ, ഞാനത് ചെയ്യാം. ചന്ദ്രികയെ വിളിച്ചോണ്ട് വന്ന് അവളെ കൊണ്ട് സത്യം പറയിച്ച് വിശ്വസിക്കോ?
വിളിച്ചോണ്ട് വരാം. പക്ഷെ അതിനെനിക്ക് കുറച്ച് സമയം വേണം. പക്ഷെ അതുവരെ ദേവേട്ടൻ എവിടേക്കും പോവരുത്, പ്ലീസ് പ്ലീസ്. മരിച്ചുപോയ ചന്ദ്രികയെ നീ എവിടുന്ന് കൊണ്ടുവന്ന് കാണിക്കാനാ? ആ കാര്യം പറഞ്ഞുകൊണ്ട് ദേവന്റെ പോക്ക് മുടക്കാനുള്ള പ്ലാനാ. എന്നിട്ട് പതിയെ ദേവന്റെ മനസ്സിൽ കയറിക്കൂടാനുള്ള പണിയും ഒപ്പിക്കും. ഇല്ല ചേച്ചി, ചന്ദ്രിക ജീവനോടെയുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. പകരം എനിക്കൊരവസരങ്ങളും തരാൻ മനസ്സ് കാണിച്ചൂടെ? നോക്കു കുട്ടി, ഇത് നീ മുമ്പ് ഒരിക്കലും പറഞ്ഞതാ. അന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല. വീണ്ടും വീണ്ടും കയറി വന്ന് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? മരുമോള് മരിച്ച വേദനയിലിരിക്കുക ഞങ്ങള്. ഒന്നിവിടുന്ന് പോയി തരും. അങ്ങനെ പറയല്ലേ അച്ഛ, ഞാൻ പോയിക്കോളാം. പക്ഷെ ഞാൻ തന്നെയാ നിങ്ങളുടെ മരുമോള്. ചന്ദ്രികയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്താന്ന് പറഞ്ഞില്ലേ? അതിനുള്ള സമയമെങ്കിലും തരാൻ മനസ്സ് കാണിക്കും. നീ ഞങ്ങളുടെ വൈദേഹിയല്ലെന്ന് അറിഞ്ഞോണ്ട് എന്തിനാ ഞങ്ങൾ നിനക്ക് സമയം തരുന്നേ? മരിച്ചു പോയത് ഞങ്ങളുടെ വൈദേഹിയാണെന്ന് മറ്റൊരാൾ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും പോലെ മറ്റൊരുത്തിയെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ നീ എവിടെ പോയി എന്നുള്ളതിന് നിന്റെ ഉത്തരവുണ്ടോ? ദേവന്റെ ചോദ്യത്തിന് മറുപടി പറയേ. ഈ ആളെ മാറ്റിയ സമയത്ത് നീ എവിടെ പോയി? തെളിവ് സഹിതം ഇപ്പൊ തന്നെ നിനക്ക് തെളിയിക്കാൻ പറ്റിയ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കാം. പറയുമായിരുന്നെങ്കിൽ നേരത്തെ വന്നപ്പോ പറയില്ലായിരുന്നോ? ഇനി എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? ഇറങ്ങി പോവാൻ പറ. അമ്മേ, അമ്മ ഓർത്ത് മാത്രമല്ല. ആദ്യം നീ ഈ അമ്മ എന്നുള്ള വിളി നിർത്ത്. ശരി, ഞാൻ നിങ്ങളോട് ആരോടും പറയാതെ എങ്ങോട്ടാ പോയതെന്നല്ലേ നിങ്ങളുടെ സംശയം? ഞാൻ പറയാം. അമ്മ മാത്രം എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരൂ. പറയാനുള്ളത് എന്താണെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. കൗസല്യോട് എന്ത് രഹസ്യം പറയാനാ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുമ്പോ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന്റെ കള്ളി പിടികിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് വശത്താക്കാമെന്നായിരിക്കും വിചാരം. ഇവിടെയുള്ളവർ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരല്ല. അവൾക്കെന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്താന്ന് ഞാനൊന്ന് കേക്കാം. നടക്ക്. പറയെന്താന്ന്? അമ്മേ, അന്ന് തുടങ്ങി. എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. ഭർത്താവിന്റെ അമ്മയെ പിന്നെ എന്താ വിളിക്ക? ഞാൻ ശീലിച്ചത് അതല്ലേ. ഒരു ബന്ധമില്ലാത്തതുപോലെ സംസാരിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പിന്നെ അമ്മ തന്നെ തീരുമാനിച്ചോ എനിക്കങ്ങനെ വിളിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന്. എന്നാ ശരി, നീ കാര്യം എന്താണെന്ന് ആദ്യം പറ. അന്ന് പൂജ നടക്കുമ്പോ പക്ഷെ ഈ സത്യം പുറത്തറിയുന്ന നിമിഷം
കൊട്ടാരം വീട്ടിന്റെ മാനാഭിമാനം എല്ലാം തകർന്നു പോകും. ആലോചിച്ച് നിൽക്കാതെ പറയുന്നുണ്ടോ? ഈ തരത്തിലൊരു കാര്യം അമ്മയോട് സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇപ്പോഴെനിക്കത് ചോദിക്കാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ വൈദേഹിയാണെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കണമെങ്കിൽ എനിക്കത് പറയാതെ നിവൃത്തിയില്ല. സാറേ സാറേ ദേ ഈ പേപ്പർ ഒന്ന് നോക്കിയേ. ഇപ്പൊ കേറി വന്ന പെണ്ണിനെ പോലെ ഇല്ലേ? എന്നോടൊരു കാര്യം പറയാൻ ഈ മുഖവരിയൊന്നും വേണ്ട. നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ പറ. അമ്മയന്ന് പൂജ നടക്കുമ്പോ എന്ത് ദേവേട്ടാ, ഞാനൊന്നും പറയാൻ തുടങ്ങിയത് പോലുമില്ല. ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. നീ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇത് വായിച്ചതിന് ശേഷം നീ എന്തെങ്കിലും പറയണമെന്ന് തീരുമാനിക്കേ. എന്താ ഇങ്ങ് തന്നെ. മാഡത്തിന്റെ കുറ്റകൃത്യങ്ങളാണമ്മേ. ഈ മഹതിയുടെ പേര് വൈദേഹി എന്നല്ല, വൈശാലി. സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നിട്ട് നമ്മുടെ ദേവന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കും. അല്ല ചേച്ചി, ഇത് സത്യമല്ല. അതിലുള്ളത് ഞാനല്ല. ദേവേട്ട, എന്റെ സ്ഥാനത്ത് ദേവേട്ടന്റെ അടുത്തേക്ക് വന്ന ആ പെണ്ണായിരിക്കും അത് വൈശാലി. ആ ചന്ദ്രിക എന്നെ പോലെ തന്നെയുള്ള വൈശാലിയെ കൂട്ടിക്കൊണ്ട് വന്ന് എന്റെ സ്ഥാനത്ത് അവളെ ഇരുത്തിയിട്ട് എന്നെ ഒരു ശവപ്പെട്ടിലാക്കി കുഴിച്ചിട്ടിട്ട് നിങ്ങളെയൊക്കെ കളിപ്പിച്ചത്. ഇനി നിന്റെ കള്ളങ്ങൾ എനിക്ക് കേൾക്കണ്ട. സത്യത്തിൽ അവള് വൈശാലിയാണെങ്കിൽ, സ്വന്തം ഭർത്താവിനെ അതിക്രൂരമായി കുത്തിക്കൊന്നവളാണെങ്കിൽ, ഒരു ബന്ധവുമില്ലാത്ത എന്റെ അമ്മായിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ ബലി കൊടുക്കുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു സ്ത്രീ സ്വന്തം താല്പര്യങ്ങൾ നേടാൻ വേണ്ടി എന്റെ അരികിലേക്ക് വന്നതാണെങ്കിൽ, ആരെങ്ങനെ പോയാൽ എനിക്കെന്താന്ന് കരുതി അപകടത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ ചെയ്യൂ. അല്ലാതെ അമ്മായിയുടെ ജീവൻ സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിക്കാനൊന്നും നോക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ എന്റെ വൈദേഹിക്ക് മാത്രമേ കഴിയൂ.
നുണകളുടെ കൊട്ടാരം കെട്ടി ഞങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്ന നീ തന്നെയാ സ്വന്തം ഭർത്താവിനെ കൊന്ന ക്രൂരിയായ വൈശാലി. മതി ദേവേട്ട, എന്നെ ഇങ്ങനെ ഒരു വാക്ക് ദേവേട്ടൻ പറഞ്ഞ അതെനിക്ക് കേൾക്കാനാവില്ല. ഇപ്പൊ തന്നെ എന്റെ ഹൃദയം പൊട്ടും പോലെ എനിക്ക് തോന്നാ. സ്നേഹത്തിന്റെ സഹതാപത്തിന്റെ പര്യായാണ് ഞാനെന്ന് ദേവേട്ടൻ തന്നെയാ പറഞ്ഞ. എന്നിട്ടിപ്പൊ കൊലപാതകയെന്ന് എങ്ങനെ പറയാൻ മനസ്സ് നീ വരുന്നു? എന്റെ വൈദേഹി അല്ലാത്തതുകൊണ്ട് തന്നെ. നിന്റെ ഭർത്താവിനെ കൊന്നിട്ട് എന്റെ ഭാര്യയുടെ രൂപസാദൃശ്യം മനസ്സിലാക്കി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ കളിക്കുന്ന നാടകമാണിത്. അല്ല ദേവേട്ട, ഞാനാണ് ദേവേട്ടന്റെ വൈദേഹി. ദേവേട്ടൻ അത് വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോവില്ല. ദേവേട്ടനെ അമേരിക്കയിലേക്ക് പറഞ്ഞയക്കില്ല. അവനെ പറഞ്ഞയക്കുന്നത് നീ എന്ത് ചെയ്യുന്നു? ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങ. നിന്നെ അമ്മേ, അമ്മ എന്തിനിതിൽ ഇടപെടുന്നു? പോലീസുകാർക്ക് ഫോൺ ചെയ്താ അവര് തന്നെ വന്ന് കൊണ്ടുപോയിക്കോളും. ഈ കൊലപാതകി എവിടെയാണെന്ന് അവരും ഇപ്പൊ തപ്പി നടക്കുവാവും. ഒരു ഫോണിൽ തീരാനുള്ള പണിയല്ലേ. ഹലോ ഇൻസ്പെക്ടർ സാറ്. ദേവേട്ട, വരണം ഇൻസ്പെക്ടർ. ഞാൻ പറഞ്ഞത് ഈ സ്ത്രീയെ കുറിച്ചാ. ഈ പേപ്പറിൽ കണ്ടതാ. ശരിയാണ്, ഇവള് തന്നെയാ. ഞങ്ങളുടെ ആളുകൾ ഇവളെ അന്വേഷിച്ച് നടക്കുക. അത് ശരി, ഭർത്താവിനെ കുത്തിക്കൊന്നിട്ട് പോലീസുകാരെ പറ്റിച്ച് കൊട്ടാരം വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കുവോ അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കേറി വന്നതാ. പ്ലീസ് ഇവരെ ഒന്ന് കൊണ്ടുപോയിക്കേ. ദേവേട്ട, എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കല്ലേ. ഞാനാണ് ദേവേട്ടന്റെ വൈദേഹി. ദേവേട്ടൻ അമേരിക്കയിലേക്ക് പോവരുത്. എനിക്കൊരു അവസരം തന്ന ഞാൻ എല്ലാം തെളിയിക്കാം. ഏയ്, ആരാടി നിനക്ക് അവസരം തരേണ്ടത്? ഒരാളെ കൊന്നോണ്ട് തൃപ്തിയായില്ലേ? നടക്ക്, കോൺസ്റ്റബിൾസ് അവളെ വേഗം പിടിച്ചോണ്ട് പോ. ദേവേട്ട പ്ലീസ്, ദേവേട്ട ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ദേവേട്ടൻ എന്നെ ഒന്നും വിശ്വസിക്കേ. ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. ദേവേട്ട, ദേവേട്ട പ്ലീസ്. ദേവേട്ട, ഞാനാ ദേവേട്ടന്റെ വൈദേഹി. ദേവേട്ട, ദേവേട്ട പറയുന്നത് കേക്ക് പ്ലീസ്. ദേവേട്ട പ്ലീസ്. ദേവേട്ട, 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 ദേവേട്ട പ്ലീസ്. ദേവേട്ട പ്ലീസ്. ദേവേട്ട, ഞാൻ ദേവേട്ടന്റെ വൈദേഹിയാ. ഭഗവാനെ, എന്തൊരു പെരും കള്ളിയാ അവള്. ദേവൻ അമേരിക്കയിലേക്ക് പോവാണെന്നറിഞ്ഞതും മരിച്ചുപോയ ചന്ദ്രികയെ കൊണ്ടുവന്ന് നിർത്താത്രേ. ഇവൾ എന്തിനും മടിക്കാത്ത സ്ത്രീയാ. ദേവാ, നീ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് വിടുന്നതാ നിനക്ക് നല്ലത്. ഇനി അത് മാറ്റി ചിന്തിക്കാനൊന്നും നിൽക്കണ്ട.
അത് ശരി. എന്നാ നീ ഫോൺ വെച്ചോ. കല്യാണിയമ്മേ ഒന്ന് കോടതി വരെ പോണമല്ലോ.